പ്രധാനപ്പെട്ട ഒരു ക്രോസ് ആണ് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയും. മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ മാത്രം കൺസിഡർ ചെയ്തിട്ടാണ് ക്രോസ് നടത്തുന്നതെങ്കിൽ അതിനാണ് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയാം. ഇവിടെ ഉദാഹരണത്തിന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് സീഡിന്റെ ഷേപ്പ് മാത്രമാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. റൗണ്ട് ഷേപ്ഡ് അതേപോലെ തന്നെ റിങ്കിൾഡ് ഷേപ്ഡ് എന്ന് പറയുന്ന രണ്ട് ഷേപ്പ് മാത്രം കൺസിഡർ ചെയ്ത് നടത്തുന്ന എക്സ്പെരിമെന്റ് ആണ്. അതുകൊണ്ടാണ് അതിനെ മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് വിളിക്കുന്നത്. ഫീമെയിൽ പാരന്റിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ചിഹ്നമാണ് ഈ ഒരു വട്ടം വരച്ച് അതിന്റെ താഴെ ഒരു കുരിശ് വരയ്ക്കുന്നത്. മെയിൽ പാരന്റിനെ കാണിക്കാൻ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഒരു വട്ടം വരച്ച് അതിന്റെ മുകളിലേക്ക് ഒരു ആരോ മാർക്ക് ഇടുന്നത്. ഇതാണ് മെയിൽ പാരന്റ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ എടുത്തിട്ടുള്ള ഫീമെയിൽ പാരന്റ് റൗണ്ട് പാരന്റ് ആണ്, റൗണ്ട് ആയിട്ടുള്ള പാരന്റ് ആണ്. അതിന്റെ രണ്ട് അല്ലീൽസും ഹോമോലോഗസ് ക്രോമസോമിലുള്ള രണ്ട് അല്ലീൽസും ക്യാപിറ്റൽ ആർ എന്ന് പറയുന്ന സ്റ്റേജിലാണ് ഇരിക്കുന്നത്. മെയിൽ പാരന്റിനെ എടുക്കുമ്പോൾ ഹോമോലോഗസ് ക്രോമസോമില് സ്മോൾ ആർ കണ്ടീഷനിലാണ് ഹോമോലോഗസ് ക്രോമസോമിൽ അല്ലീൽസ് ഇരിക്കുന്നത്. എക്സ്പെരിമെന്റിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് ഡെഫിനിഷൻസ് കുറച്ചൊന്ന് നോക്കാം. എന്താണ് ഫീനോടൈപ്പ് വേഴ്സസ് ജീനോടൈപ്പ്? ഫീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിസിക്കൽ ക്യാരക്ടേഴ്സ്, ഫിസിക്കൽ അപ്പിയറൻസ്, ഫിസിക്കൽ ക്യാരക്ടേഴ്സ് എല്ലാം ആകത്തുക നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫീനോടൈപ്പ് ഓഫ് ആൻ ഓർഗാനിസം. ജീനോടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറ്റിക് ആണ്. ജനറ്റിക്കലായിട്ട് ആ പ്ലാന്റിന്റെ ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് ജീനോടൈപ്പ്. ഹോമോസൈഗോസിറ്റി ആൻഡ് ഹെറ്ററോസൈഗോസിറ്റി. ഹോമോസൈഗസ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഹോമോലോഗസ് ക്രോമസോമിലെ രണ്ട് അല്ലീൽസും ഒരേ അല്ലീൽസ് ഇരിക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഹോമോസൈഗസ്. ഹോമോ സെയിം, ക്യാപിറ്റൽ ആർ എന്ന കണ്ടീഷനിൽ ഇരിക്കുകയാണ് രണ്ടും, അതാണ് ഹോമോസൈഗസ്. ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ഹോമോസൈഗോസിറ്റി. ഹെറ്ററോസൈഗസ് എന്ന് വെച്ചാൽ നേരെ ഓപ്പോസിറ്റ്, രണ്ട് അല്ലീൽസ് ഉണ്ടാവും ഒരു ഓർഗാനിസത്തിലത്തെ. ആ ഹോമോലോഗസ് ക്രോമസോമിലെ രണ്ട് അല്ലീൽസും രണ്ടാണ്. ഒന്ന് ക്യാപിറ്റൽ ആർ ആണെങ്കിൽ ഒന്ന് സ്മോൾ ആർ ആയിരിക്കും. അതാണ് ഹെറ്ററോസൈഗോസിറ്റി. അതേസമയം സ്മോൾ ആർ കണ്ടീഷൻ ആണ് വരുന്നതെങ്കിലോ അതും ഹോമോസൈഗസ് ആണ്. ഇത് രണ്ടും ഹോമോസൈഗസ് കണ്ടീഷൻ ആണ്, കാരണം രണ്ടും സെയിം അല്ലീലാണ്. ഇത് മാത്രമാണ് ഹെറ്ററോസൈഗസ് കണ്ടീഷൻ. മൂന്നാമത്തത് ഡോമിനൻസ് ആൻഡ് റെസസീവ്. ഈ ഹോമോസൈഗസ് ഹെറ്ററോസൈഗസ്, ഇപ്പൊ ഒരു ഹെറ്ററോസൈഗസ് കണ്ടീഷൻ വരുമ്പോൾ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് പറയുന്ന കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് രണ്ട് അല്ലീൽസ് ഇരിപ്പുണ്ട് ഇല്ലേ? ക്യാപിറ്റൽ ആർ ഉണ്ട്, സ്മോൾ ആർ ഉണ്ട്. ഇതിൽ ആരുടെ ക്യാരക്ടർ വേണമെങ്കിലും നമുക്ക് എക്സ്പ്രസ് ചെയ്യാം പുറത്തേക്ക്. ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൗണ്ട് സീഡ് തരുന്നതായിരിക്കാം, സ്മോൾ ആർ എന്ന് പറയുന്നത് റിങ്കിൾഡ് സീഡ് തരുന്നതായിരിക്കാം. ഇപ്പം ഉണ്ടാവുന്ന ഒരു ഓർഗാനിസത്തിനകത്ത് ക്യാപിറ്റൽ ആറും സ്മോൾ ആർ ഉണ്ടാവുകയാണെങ്കിൽ ആരുടെ അല്ലീൽസ്, ഏത് ക്യാരക്ടറാണ് എക്സ്പ്രസ്ഡ് ആവുക, ആ ക്യാരക്ടറിനെ വിളിക്കുന്ന പേരാണ് ഡോമിനന്റ് ക്യാരക്ടർ. ഡോമിനൻസ് കാണിക്കുന്ന ആള് ഡോമിനന്റ് ക്യാരക്ടർ. ഇതിലിപ്പം ക്യാപിറ്റൽ ആർ സ്മോൾ ആർ കണ്ടീഷനിൽ റൗണ്ട് ഷേപ്പ് ആണ് മിക്കവാറും എല്ലായിടത്തും എക്സ്പ്രസ്ഡ് ആവുന്ന മെന്റലിന്റെ എക്സ്പെരിമെന്റിൽ മൊത്തം. അതുകൊണ്ട് ക്യാപിറ്റൽ ആർ ആണ് അവിടുത്തെ ഡോമിനന്റ് ക്യാരക്ടർ, അതാണ് ഡോമിനൻസ്. റെസസീവ്നെസ് എന്ന് പറയുന്നത് എന്താണ്? റെസസീവ് ക്യാരക്ടർ എന്ന് പറയുന്നത് എക്സ്പ്രസ് ചെയ്യപ്പെടാതെ പോകുന്ന ക്യാരക്ടർ ആരാണോ അവനാണ് റെസസീവ് ക്യാരക്ടർ. ഇവിടെ സ്മോൾ ആർ ആണ് റെസസീവ് ക്യാരക്ടർ. ഇനി നമ്മൾ എക്സ്പെരിമെന്റിലേക്ക് വരികയാണെങ്കിൽ റൗണ്ട് സീഡ് എടുത്ത് ക്യാപിറ്റൽ ആർ എന്ന കണ്ടീഷനിലാണ് റൗണ്ട് സീഡ്, അതായത് ഹോമോസൈഗസ് കണ്ടീഷനാണ്. സ്മോൾ ആർ കണ്ടീഷനിലാണ് റിങ്കിൾഡ് സീഡ്, അതും ഹോമോസൈഗസ് കണ്ടീഷനിലാണ്. റിങ്കിൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുളിവൊക്കെയുള്ള സീഡ്, ഇത്ര അർത്ഥമുള്ളൂ. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ തമ്മിൽ ക്രോസ് ചെയ്ത് അപ്പം രണ്ടുപേർക്കും ഗാമേറ്റ്സ് ഉണ്ടാവും. ഇവരിൽ ഉണ്ടാവുന്ന ഗാമേറ്റ്സ് ഏതൊക്കെയാണ്? ഒരു ഗാമേറ്റിൽ ക്യാപിറ്റൽ ആർ ഉണ്ടാവും, അടുത്ത ഗാമേറ്റിലും ക്യാപിറ്റൽ ആർ ഉണ്ടാവും. ഞാനത് രണ്ടും ക്യാപിറ്റൽ ആർ ആയതുകൊണ്ട് ഒരെണ്ണേ കാണിച്ചുള്ളൂ മാത്രം. റിങ്കിൾഡ് സീഡ്സിൽ രണ്ട് ഹോമോലോഗസ് ക്രോമസോം, ഇവർ സ്പ്ലിറ്റ് ചെയ്ത് വേറെ ഗാമേറ്റ്സ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു ഗാമേറ്റിൽ സ്മോൾ ആർ, അടുത്തതിലും സ്മോൾ ആർ ഉണ്ടാവും. ഇവർ ക്രോസ് ചെയ്ത് കഴിയുമ്പം ഇവർ കമ്പൈൻ ചെയ്ത് ഈ ക്യാപിറ്റൽ ആറും കമ്പൈൻ ചെയ്ത് ഒരു ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് പറയുന്ന ഒരു പ്രോജനിയാണ് ഉണ്ടാവുക. അവിടുത്തെ F1 എന്ന് വെച്ചാൽ ഫസ്റ്റ് ഫീൽഡ് ജനറേഷൻ. ഫസ്റ്റ് ജനറേഷനിൽ ഉണ്ടാവുന്ന പ്രോജനീസ് എല്ലാം ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആയിരിക്കും. ഈ പാരന്റിൽ നിന്ന് ഫീമെയിൽ പാരന്റിൽ നിന്ന് ക്യാപിറ്റൽ ആർ മാത്രമേ വരുള്ളൂ, കാരണം അവർക്ക് ക്യാപിറ്റൽ ആർ കണ്ടീഷൻ മാത്രമേ കയ്യിലുള്ളൂ. മെയിൽ പാരന്റിൽ നിന്ന് സ്മോൾ ആർ മാത്രമേ വരുള്ളൂ, കാരണം അവർക്ക് സ്മോൾ ആർ കണ്ടീഷൻ മാത്രമേ കയ്യിലുള്ളൂ. അതുകൊണ്ട് തന്നെ ഉണ്ടാവുന്ന പ്രോജനീസ് എല്ലാം F1 ഹൈബ്രിഡ്സ് മൊത്തം എന്തായിരിക്കും? ഒരു ക്യാപിറ്റൽ ആറും ഒരു സ്മോൾ ആർ ഉള്ളതായിരിക്കും. ഹാഫ് മദറിന്റെയും ഹാഫ് ഫാദറിന്റെ പ്രോജനിയിൽ ഉണ്ടാവുക. അതുകൊണ്ട് ഒരു ക്യാപിറ്റൽ ആറും ഒരു സ്മോൾ ആർ ആയിരിക്കും F1 ഹൈബ്രിഡിൽ ഉണ്ടാവുക. F1 ഹൈബ്രിഡിനെ സെൽഫ് ചെയ്യുന്നു. ഇതിന് കാണിക്കുന്ന പേര്, ഇത് ഈ സിമ്പിൾ എന്ന് പറയുന്നത് സെൽഫിങ്ങിന് കാണിക്കുന്ന സിമ്പിളാണ്. സെൽഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ആർ സ്മോൾ ആറിനെ വീണ്ടും ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആയിട്ട് തന്നെ ക്രോസ് ചെയ്യിപ്പിക്കുന്നു. അതേ പ്ലാന്റിലെ രണ്ട് പൂക്കളൊക്കെ എടുത്ത് ക്രോസ് ചെയ്യിപ്പിക്കുക. ഈ ക്രോസ് ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? മെയിൽ പാരന്റിന്റെ പോളൻ ഗ്രെയിൻസ് എടുത്ത് ഫീമെയിൽ പാരന്റിന്റെ സ്റ്റിഗ്മയില് ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് ഈ ക്രോസിംഗ് നടത്തുന്നത്. ഈ കണ്ടീഷനിൽ സെൽഫിംഗ് നടത്തുമ്പം
രണ്ടും സെയിം പ്ലാന്റിന്റെ തന്നെ ഫ്ലവേഴ്സ് എടുക്കും. ഇപ്പൊ ഉണ്ടായ F1 പ്ലാന്റിൽ നിന്ന് 2 ഫ്ലവേഴ്സ് എടുത്ത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യിപ്പിക്കും. ഇല്ല, ഇതിൽ പി പ്ലാന്റ് ആയതുകൊണ്ട് സെൽഫിങ് നടത്താൻ വളരെ സുഖമാണ്. മെയിൽ ഫീമെയിൽ എല്ലാം കൂടി ഒരു ക്ലോസ്ഡ് സ്ട്രക്ചറിലാണ് ഇരിക്കുന്നത്. ആ ഫ്ലവറിന് വെറുതെ ഒന്ന് കവർ ചെയ്ത് വെച്ചാൽ മതി, അത് സെൽഫിങ് നടത്തിക്കോളും. അത് സെൽഫിങ് നടത്തുമ്പോഴുള്ള പ്രത്യേകത എന്താ? ഇത് ഒരു പാരന്റ്, ഇപ്പൊ ഇതിനെ ഫീമെയിൽ പാരന്റും ഇതിനെ മെയിൽ പാരന്റ് ഇതിനെ മെയിൽ പാരന്റ് ഇതിനെ ഫീമെയിൽ പാരന്റ് ആക്കി എടുക്കുകയാണെങ്കിൽ ഇവരിൽ നിന്ന് ഏതൊക്കെ ഗാമേറ്റ്സ് ഉണ്ടാവും? ഇവരിൽ നിന്നുണ്ടാവുക ഈ ക്യാപിറ്റൽ ആർ പോയിട്ട് ഒരു ഗാമേറ്റ് ആവും, ഈ സ്മോൾ ആർ പോയിട്ട് ഒരു ഗാമേറ്റ് ആവും. ഇവരിൽ നിന്ന് ഈ ക്യാപിറ്റൽ ആർ ഒരു ഗാമേറ്റ് ആവും, സ്മോൾ ആർ ഒരു ഗാമേറ്റ് ആവും. അതാണ് താഴെ വരച്ച് വെച്ചിരിക്കുന്ന പുന്നറ്റ് സ്ക്വയർ. ഇതിനെ വിളിക്കുന്ന പേരാണ് പുന്നറ്റ് സ്ക്വയർ. പുന്നറ്റ് എന്ന് പറയുന്ന ആളാണ് ഇത് കണ്ടുപിടിച്ചത്, അതുകൊണ്ടാണ് ഇതിനെ പുന്നറ്റ് സ്ക്വയർ എന്ന് വിളിക്കുന്നത്. ക്യാപിറ്റൽ ആർ ഒരു മെയിലിൽ നിന്ന് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് പറയുന്ന 2 ഗാമേറ്റ്സ് കിട്ടി. ഫീമെയിലിൽ നിന്നും ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് പറയുന്ന 2 ഗാമേറ്റ്സ് കിട്ടി. ഇവർ നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രോജനീസ് ഉണ്ടാവാം, എന്തൊക്കെ പ്രോഡക്ട്സ് ഉണ്ടാകും എന്ന് കണ്ടുപിടിക്കാനാണ് ഈ പുന്നറ്റ് സ്ക്വയർ ഹെൽപ്പ് ചെയ്യുന്നത്. എങ്ങനെയാണ് ചെയ്യുന്നത്? ക്യാപിറ്റൽ ആർ ഉണ്ട് ഒരു ഗാമേറ്റ്, മെയിലിന്റെ ക്യാപിറ്റൽ ആറും ഫീമെയിലിന്റെ ക്യാപിറ്റൽ ആറും കൂടി കമ്പൈൻ ചെയ്താൽ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്ന ഒരു പ്രോജനി ഉണ്ടാകാം. മെയിലിന്റെ സ്മോൾ ആറും ഫീമെയിലിന്റെ ക്യാപിറ്റൽ ആറും കൂടി കമ്പൈൻ ചെയ്താൽ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് പറയുന്ന ഒരു പ്രോജനി ഉണ്ടാകാം. ഇവിടുത്തെ ക്യാപിറ്റൽ ആറും ഇവിടുത്തെ സ്മോൾ ആറും കൂടി കമ്പൈൻ ചെയ്താൽ ഒരു ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് പറയുന്ന ഒരു പ്രോജനി ഉണ്ടാകാം. ഇവിടുത്തെ സ്മോൾ ആറും ഇവിടുത്തെ സ്മോൾ ആറും കൂടി കമ്പൈൻ ചെയ്താൽ സ്മോൾ ആർ എന്ന് പറയുന്ന ഒരു പ്രോജനി ഉണ്ടാകാം. ഇപ്പൊ ഇതിനകത്ത് നമ്മൾ നേരത്തെ പഠിച്ചു ഡോമിനൻസ്. ക്യാപിറ്റൽ ആർ ആണ് ഇവിടെ ഡോമിനന്റ് ക്യാരക്ടർ എന്ന് നമ്മൾ കാണുകയുണ്ടായി. അതായത് ക്യാപിറ്റൽ ആർ എവിടെയുണ്ടോ അവർ ക്യാപിറ്റൽ ആറിന്റെ ക്യാരക്ടർ മാത്രമേ പുറത്തേക്ക് വിടുള്ളൂ, സ്മോൾ ആറിനെ സപ്രസ് ചെയ്യും, ബിക്കോസ് സ്മോൾ ആർ ഇസ് റെസസീവ് ക്യാരക്ടർ. ഇവിടെ ക്യാപിറ്റൽ ആർ ആണ്, അവർ റൗണ്ട് സീഡ് മാത്രമായിരിക്കും. ഇവിടെ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആണ്, അവർക്ക് ക്യാപിറ്റൽ ആർ മാത്രമേ എക്സ്പ്രസ് ചെയ്യാൻ സമ്മതിക്കുള്ളൂ, അതുകൊണ്ട് അവർ റൗണ്ട് സീഡ് ആയിരിക്കും. ഇവിടെ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആണ്, റൗണ്ട് സീഡ് ആയിരിക്കും. ഇവിടെ സ്മോൾ ആർ കണ്ടീഷൻ ആണ്, അവിടെ ക്യാപിറ്റൽ ആർ ഇല്ല, അപ്പോൾ സ്മോൾ ആറിന് അതിന്റെ മൊത്തം എക്സ്പ്രസ് ചെയ്യാം, അപ്പോൾ അവിടെ റിങ്കിൾഡ് സീഡ് ആയിരിക്കും. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിനോട്ടിപ്പിക് ജീനോട്ടിപ്പിക് റേഷ്യോസ് എടുത്തു കഴിഞ്ഞാൽ ഫിനോട്ടിപ്പിക് റേഷ്യോ ഫിസിക്കൽ ക്യാരക്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ 3 എണ്ണത്തിന് റൗണ്ടും 1 എണ്ണം റിങ്കിൾഡും ആണ്. അതാണ് 3:1 എന്ന റേഷ്യോ. 3 റൗണ്ട് സീഡ് കിട്ടി, 1 റിങ്കിൾഡ് സീഡ് കിട്ടി. ജെനോട്ടിപ്പിക് റേഷ്യോ നോക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ ആർ ഉള്ള ഒരാളുണ്ട്, അതാണ് ഈ 1. ക്യാപിറ്റൽ ആർ ഉള്ള ഒരാളുണ്ട്. 2 പേർക്ക് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ കണ്ടീഷനാണ് വന്നേക്കണേ, ഒരാൾക്ക് സ്മോൾ ആർ കണ്ടീഷൻ വന്നിരുന്നു. അതാണ് റേഷ്യോ 1:2:1. അതാണ് ജീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത്. അല്ലീൽ വെച്ച് നോക്കുമ്പോൾ അതിന്റെ റേഷ്യോ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് ജീനോട്ടിപ്പിക് റേഷ്യോ. ഇതാണ് മോണോഹൈബ്രിഡ് ക്രോസ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒറ്റ ക്യാരക്ടർ മാത്രം കൺസിഡർ ചെയ്യുന്നു. ഇവിടെ സീഡിന്റെ ഷേപ്പ് ആണ് കൺസിഡർ ചെയ്തത്. റൗണ്ട് ഫീമെയിൽ പാരന്റിനെ എടുത്തു, റിങ്കിൾഡ് മെയിൽ പാരന്റിനെ എടുത്തു, ക്രോസ് ചെയ്തു, റൗണ്ട് ആയിട്ടുള്ള പ്രോജനി കിട്ടി, F1 കിട്ടി. അവർക്ക് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ കണ്ടീഷനിലായിരിക്കും അതിന്റെ ജീനോടൈപ്പ്. അവരെ സെൽഫിങ് നടത്തിയപ്പം മെയിലും ഫീമെയിലും ആര് തന്നെയാണ്? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ തന്നെയാണ്. അവരകത്ത് നിന്ന് മെയിൽ ഉണ്ടാക്കി 2 ഗാമേറ്റ്സ് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ഫീമെയിൽ ഉണ്ടാക്കി 2 ഗാമേറ്റ്സ് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. അവരെ ക്രോസ് ചെയ്ത് കഴിഞ്ഞ് കിട്ടാവുന്ന പോസിബിൾ പ്രോജനീസ് ആണിത്. ഫിനോട്ടിപ്പിക് റേഷ്യോ മോണോഹൈബ്രിഡ് ക്രോസിൽ 3:1 ആയിരിക്കും. ജീനോട്ടിപ്പിക് റേഷ്യോ മോണോഹൈബ്രിഡ് ക്രോസിൽ 1:2:1 ആയിരിക്കും.